Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ സ്റ്റഡി നിങ്ങളൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ കർത്താവിൽ അതിയായി സന്തോഷിക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ആ, ബൈജു ബ്രദർ, തൻ്റെ പ്രവർത്തനങ്ങൾ കുടുംബം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ കുറിച്ച് അറിയുവാനും ക്രമീകൃതമായ ദൈവചനം പഠിപ്പിക്കുവാനൊക്കെയും കർത്താവ് തന്നെ ഈ കാലങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെയും എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ആ ദേശത്തും അനേകരുടെ ആത്മീക വർധന ഉപയോഗിക്കുന്നല്ലോ. ഈ ബൈബിൾ സ്റ്റഡി കർത്താവ് വീണ്ടും വർദ്ധിപ്പിക്കട്ടെ. ആ, വചനത്തിന് വേണ്ടി കൊതിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയ ലിനു ബ്രദറിൽ കൂടി നിങ്ങളോടൊപ്പം ആയിരിക്കാനും കർത്താവ് ഇടയാക്കിയല്ലോ. ലിനു ബ്രദർ കുടുംബത്തെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ വേഗം വരാമെന്ന വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് മുൻ പരിചയങ്ങൾ തീർച്ചയായിട്ടും മിക്ക പേർക്കും എന്നോടില്ലെങ്കിലും, നമ്മൾ തമ്മിൽ അങ്ങനെ പരിചിതരല്ലെങ്കിലും, സത്യവചനം, അതിലുള്ള ആ നിർവ്യാജ വിശ്വാസം, അതാണ് നമ്മളെ യോജിപ്പിക്കുന്നത്. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ് കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചത്. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് അല്പനേരം ചില ആത്മീക ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി 1 ശമൂവേൽ 3-ാം അധ്യായം 18, 19, 20, 21 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അങ്ങനെ ശമൂവേൽ 19-ാം വാക്യം: എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. 20-ാം വാക്യം: ദാൻ മുതൽ ബേർഷേബ വരെ ഉള്ള ഇസ്രായേൽ ഒക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. 21-ാം വാക്യം: ഇങ്ങനെ യഹോവ ഷീലോഹിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ഷീലോഹിൽ വെച്ച് പ്രത്യക്ഷനായി. വളരെ പരിചിതമായ ഭാഗമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ ശുശ്രൂഷയെ ക്രോഡീകരിക്കുന്ന അതിൻ്റെ രത്നച്ചുരുക്കമാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. ശമൂവേൽ പ്രവാചകൻ യഹോവയുടെ മുൻപിൽ വളർന്നു, തൻ്റെ വായിലെ വചനങ്ങൾ ഒന്നുപോലും വീണുപോയില്ല. ദാൻ മുതൽ ബർഷേബ വരെ വിശ്വസ്ത പ്രവാചകനായി താൻ മാറി. ആ വചനങ്ങൾ നമ്മുടെ ഇന്നത്തെ ആത്മീയ അന്തരീക്ഷത്തിലും കാലഘട്ടത്തിലും വളരെ ശ്രദ്ധേയമായ ചിന്തനീയമായ വചനങ്ങളാണ്. കാരണം ശമൂവേലിന്റെ കാലത്തിൽ എന്നതുപോലെ ഇന്നും ആത്മീക സമൂഹം വലിയ മൂല്യച്യുതിയിൽ കൂടി കടന്നു പോകുന്ന കാലമാണ്. മൂല്യച്യുതി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ മൂല്യച്യുതി എല്ലാ മേഖലകളെ ബാധിച്ച് പെന്തക്കോസ്തിന്റെ ആദ്യ അനുഭവങ്ങളിൽ നിന്നൊക്കെ വളരെ വഴിവിട്ട് ഇന്ന് ആത്മീക സമൂഹം പോകുകയാണ്. ഇത് ശമൂവേലിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു വലിയൊരു പ്രചോദനമാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ആത്മീക സമൂഹം ഇങ്ങനെ വളരെ വഴിവിട്ടു പോകുന്നത്. ആ ശമൂവേലിന്റെ കാലഘട്ടത്തിലെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ന്യായാധിപന്മാർ 21-25: ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തനും തനിക്ക് ബോധിച്ച പോലെ നടന്നു. ഓരോരുത്തനും തനിക്ക് ബോധിച്ചതുപോലെ. അതോറിറ്റി ഇല്ലാതെ പോകുമ്പോൾ എവ്രിവൺ ബിക്കംസ് ആൻ അതോറിറ്റി ടു ദംസെൽവ്സ്. അപ്പോൾ മുകളിൽ ഒരു അതോറിറ്റി മിസ്സിംഗ് ആയതുകൊണ്ട് അവരവരുടേതായ ജീവിതത്തിന്റെ അതോറിറ്റി ഏറ്റെടുത്ത് അവർക്ക് ബോധിച്ചതുപോലെ അവർ നടക്കുക. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ദൈവം ശമൂവേലിനെ എഴുന്നേൽപ്പിക്കുന്നത്, ശമൂവേൽ എന്ന വിശ്വസ്ത പ്രവാചകനെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നാം ഈ ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ സാമുവേൽ എന്ന വ്യക്തിയെ ഒന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ച്, പ്രത്യേക എൻ്റെ ഉള്ളിൽ നിയോഗമുള്ളത്, ആ കാലഘട്ടത്തിൽ ദൈവം 2 രീതിയിൽ ഈ സമൂഹത്തോട് കർത്താവ് ഇടപെടുന്നതാണ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ വെക്കാനുള്ളത്. ഇന്നും ദൈവം അങ്ങനെയാണ് ഇടപെടുന്നതെന്നാണ് ഞാൻ തിരുവെഴുത്തിന്റെ താളുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രാരംഭമായി ശമൂവേൽ എന്ന വ്യക്തി ഒന്ന് നോക്കി, അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ആത്മീക ദൂതുകൾ എടുക്കാനുണ്ട്. ഇങ്ങനെ വഴിവിട്ട കാലം, ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന കാലത്തിൽ ഇങ്ങനെ ഒരു വിശ്വസ്ത പ്രവാചകൻ എങ്ങനെ പുറത്തു വന്നു? അതിനൊരു പിന്നാമ്പുറമുണ്ട്.
അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് 1-ാം അധ്യായത്തിലാണ്. അവിടുത്തെ വാക്യങ്ങളൊന്നും അധികം ഞാൻ വായിപ്പിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും വളരെ കുഞ്ഞുനാൾ മുതൽ കേട്ട കഥകളായിട്ട് പരിചിതമാണ് ഹന്നയുടെ പ്രാർത്ഥനയൊക്കെ. പക്ഷെ അവിടെ പലപ്പോഴും നമ്മൾ മിസ്സാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശമൂവേൽ എന്ന വിശ്വസ്ത പ്രവാചകൻ ഇങ്ങനത്തെ ആത്മിക അധപ്പതനത്തിന്റെ നടുവിൽ വ്യത്യസ്തനായി ഒരു ദൈവത്തിന്റെ മൗത്ത് പീസായി മാറിയത് എങ്ങനെയാ? ആ വിശ്വസ്ത പ്രവാചകൻ ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല, ദൈവം തനിക്ക് വെളിപ്പെടുക മാത്രമല്ല, തൻ്റെ വചനങ്ങൾ, തൻ്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകൾ ആയി മാറുക. അല്ല, അല്പം കൂടെ തിരുത്തി പറഞ്ഞ, ദൈവത്തിന്റെ വചനങ്ങൾ തൻ്റെ വചനങ്ങളായി മാറുന്ന ഒരു അനുഭവം. 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിച്ചു, വീണ്ടും വീണ്ടും വചനത്തിൽ കൂടി ദൈവം ശമൂവേലിന് പ്രത്യക്ഷനായി. 4:1 പറയുന്നത് ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിലും എത്തി. അപ്പോൾ ദൈവത്തിന്റെ വചനവും ശമൂവേലിന്റെ വചനവും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ മൗത്ത് പീസായി സാമുവേൽ മാറുകയാണ്. ഇന്നും ദൈവത്തിന് അങ്ങനെ നമ്മളെ മാറ്റാൻ കഴിയും. ദൈവമക്കൾ അത് മനസ്സിലാക്കണം. ദൈവവചനം പറയുന്നവർ മാത്രമല്ല, കുടുംബനാഥന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മൾ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ നമ്മുടെ വായെ ദൈവത്തിന്റെ വായാക്കി, ദൈവത്തിന്റെ ശബ്ദമാക്കി നമ്മളെ മാറ്റുവാൻ തമ്പുരാന് കഴിയും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ആ 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യവും 4:1 ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 3-ന്റെ അവസാനം പറയുന്നത് തന്റെ വായിലെ വചനമൊന്നും നിലത്ത് വീണില്ല, യഹോവ വചനത്തിൽ കൂടി പ്രത്യക്ഷനായി. അവിടേക്ക് നമുക്ക് വരണം, അല്പം കൂടെ വിശദീകരിച്ച് നമ്മളത് ചിന്തിക്കും. എന്നാൽ 4:1 പറയുന്നത് ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിൽക്കും വന്നു. ഇപ്പോൾ പ്രത്യക്ഷമായ വെളിപ്പെട്ട ദൈവവചനം മാത്രമല്ല, ഇപ്പോൾ ശമൂവേലിന്റെ വചനം, ശമൂവേലിന്റെ വാക്കുകൾ തന്നെ ദൈവത്തിന്റെ വാക്കുകളായി മാറുകയാണ്. ദൈവത്തിന് സംസാരിക്കാനുള്ളത് ദൈവം ശമൂവേലിൽ കൂടി സംസാരിക്കുക. അതുപോലെ ഒരു വിശ്വസ്ത പ്രവാചകനായി സാമുവേൽ കാലഘട്ടത്തിൽ മാറാൻ ഒരു ഹന്നയുടെ പ്രാർത്ഥനയാണ് അതിന്റെ പിന്നിൽ. 1-ാം അധ്യായത്തിൽ വീട്ടിൽ വലിയൊരു ശൂന്യത. പെനീനയ്ക്ക് മക്കളുണ്ട്, പക്ഷെ ഹന്നയ്ക്ക് മക്കളില്ല. അവരാണ്ടുതോറും ആലയത്തിൽ വരുന്നു, പക്ഷെ ആലയത്തിൽ വരുമ്പോഴും ഹന്ന ഒന്നും പ്രത്യേകിച്ച് കഴിക്കത്തില്ല. വ്യസനിപ്പിക്കുവാൻ പെനീന കുത്തുവാക്കുമായി എപ്പോഴും റെഡിയാ. അപ്പോഴാണ് എൽക്കാന പറയുന്നത്, ഞാൻ നിനക്ക്, 8-ാം വാക്യം, അവളുടെ ഭർത്താവ് എൽക്കാന പറഞ്ഞു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ? ഈ വാക്കുകൾ ശരിക്കും ഹന്നയുടെ ആ വ്യക്തിപരമായ ഭാരത്തെ, തൻ്റെ ആ ശൂന്യതയെ എടുത്തു കളഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അടുത്ത വാക്യം പറയുന്നത്, അവൾ എഴുന്നേറ്റിട്ട് she went and had food. അവൾ ഭക്ഷണം കഴിച്ചു. അതുവരെ ആഹാരം കഴിക്കാതിരുന്ന ഹന്ന, അവൾ അപ്പോൾ ഭർത്താവിന്റെ വാക്കിൽ ആശ്വാസം കണ്ടെത്തി, അവൾ എഴുന്നേറ്റു, അവൾ ഭക്ഷണം കഴിച്ചു. 9-ാം വാക്യം പറയുന്നത്, അവൾ ശീലോഹിൽ തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റു പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. 10-ാം വാക്യം, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഇതുവരെ പ്രാർത്ഥനാ വിഷയം ഒരു മകൻ ഇല്ല എന്നതായിരുന്നു. പക്ഷേ എൽക്കാനയുടെ വാക്കുകളാൽ ബലം ഏറ്റെടുത്ത ഹന്ന ആ വേദന മറന്ന് ആഹാരം കഴിച്ച് എഴുന്നേറ്റു. പക്ഷെ താൻ എഴുന്നേറ്റ് ആലയത്തിൽ ചെന്നപ്പോൾ താൻ കണ്ടത് ആസനത്തിലിരിക്കുന്ന ഏലി. ആ ആലയത്തിലെ ദൃശ്യം കണ്ടപ്പോഴത്തേക്ക് ഹന്നയുടെ ഉള്ളിൽ ഒരു മനോവ്യസനം, ഒരു പ്രാർത്ഥന, ഒരു കരച്ചിൽ, ഒരു ഭാരം. എന്താ ഭാരം? 11-ാം വാക്യം, അവൾ ഒരു നേർച്ച നേർന്നു. ഇന്നുവരെ ഒരു പുത്രന് വേണ്ടിയോ പുത്രിക്ക് വേണ്ടിയോ ഒരു തലമുറയ്ക്ക് വേണ്ടിയോ താൻ കരഞ്ഞു കാണും. പക്ഷെ ഇതല്ല, ഇതൊരു നേർച്ചയാ. എന്താ നേർച്ച? സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷൻ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ
അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. നോക്കിയേ, ഇതുവരെ ഹന്ന തന്റെ ആവശ്യത്തിന് കരഞ്ഞെങ്കിൽ ഈ പ്രാവശ്യം ആലയത്തിൽ കയറി ചെന്നപ്പോൾ ഹന്നയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ ആവശ്യത്തെക്കാൾ വലിയൊരു ആവശ്യം ദൈവത്തിനുണ്ട്. എന്റെ ശൂന്യതയേക്കാൾ വലിയൊരു ശൂന്യത ഷീലോഹിലെ ആലയത്തിലുണ്ട്. എന്റെ വേദന മറക്കുവാൻ എന്റെ എൽക്കാന പര്യാപ്തനാണ്. പക്ഷെ ഈ ആലയത്തിൽ ഒരു ശൂന്യതയുണ്ട്. പുരോഹിതന്റെയോ യാഗമർപ്പിക്കാനുള്ള ശുശ്രൂഷകന്മാരുടെ കുറവല്ല ആലയത്തിനുള്ളത്. ആലയത്തിലെ കുറവെന്താ? ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തനായി ഒരുത്തൻ പോലും ആലയത്തിൽ ഇല്ല. ആലയത്തിലെ ആത്മീക ശൂന്യത കണ്ട് ഹന്ന ഒരു നേർച്ച നടത്തുകയാണ്. എനിക്കൊരു പുത്രസന്താനത്തെ തന്നാൽ, ദൈവം എന്നോട് കടാക്ഷിച്ച് എന്റെ ഗർഭപാത്രം തുറന്നാൽ, അവനെ ജീവപര്യന്തം, സ്വന്തം ആഗ്രഹം സാധിക്കാൻ ഒരു തലമുറയാണെങ്കിൽ, സ്വന്തം ശൂന്യത മാറാനുള്ള ഒരു സന്താനമാണെങ്കിൽ ഒരിക്കലും ജീവപര്യന്തം കൊടുക്കത്തില്ല. ജീവപര്യന്തം. ഇനി എനിക്ക് വേണ്ട, എന്റെ ആവശ്യമല്ല, എന്റെ വീട്ടിലെ നിന്ന മാരാനല്ല, എന്റെ സങ്കടത്തിനൊരു നിവാരണമല്ല, എന്റെ ആവശ്യത്തെക്കാൾ വലിയ ആവശ്യം ഈ ആലയത്തിലുണ്ട്. ആലയത്തിന്റെ ആവശ്യത്തെ നിറവേറ്റുവാൻ ജീവപര്യന്തം ആ പുത്രസന്താനത്തെ ഞാൻ ദൈവത്തിന് അർപ്പിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലും സ്വന്തം ആവശ്യങ്ങൾ, നമ്മൾ പശ്ചാത്തലം കണ്ടതാ. എന്താ പശ്ചാത്തലം? താൻ തോന്നിയതുപോലെ, താന്റെ ഇഷ്ടത്തിന് ഇസ്രായേൽ ജനം രാജാവില്ലാത്ത കാലത്ത് താന്തോന്നികളായി നടന്നപ്പോൾ, സ്വന്തം ഇഷ്ടം, സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം വഴിതെളിച്ചു പോയപ്പോൾ ഒരു സഹോദരി പറയുകയാണ്, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ശൂന്യതയുണ്ട്, എനിക്കൊരു വേദനയുണ്ട്, പക്ഷെ അതിലപ്പുറമാണ് ദൈവത്തിന്റെ ആലയത്തിലെ ആവശ്യം, ദൈവത്തിന്റെ ആവശ്യം, ദൈവത്തിന്റെ വേദന ഹന്നയുടെ വേദനയായി മാറി. മനോവ്യസനത്തോട് താൻ കരഞ്ഞു. 1-ാം അധ്യായത്തിന്റെ ക്ലൈമാക്സ് ശമൂവേൽ ജനിക്കുന്നതല്ല. 1-ാം അധ്യായത്തിന്റെ ക്ലൈമാക്സ് ഉദരം തുറക്കുന്നതല്ല. 1-ാം അധ്യായത്തിന്റെ ക്ലൈമാക്സ് എന്താ? ഹന്ന ദൈവത്തിന് നേർച്ച നേർന്നതുപോലെ ശമൂവേൽ ബാലനെ കൊണ്ട് ആലയത്തിൽ ചെന്ന് എന്നേക്കുമായി അർപ്പിച്ച് 1-ാം അധ്യായം കൺക്ലൂഡ് ആകിയ. നോക്കിയേ, ഈ കഥയുടെ സാരാംശം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമെന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാഠം ഇവിടെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ പാഠം എന്താ? ഹന്ന സ്വന്തം വേദനയ്ക്കപ്പുറം ദൈവത്തിന്റെ വേദന, ദൈവ ഹൃദയത്തിന്റെ ഇടിപ്പ്, സ്പന്ദനം തിരിച്ചറിഞ്ഞ് താൻ പ്രാർത്ഥിച്ചു. ആ മറുപടിയെ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കുന്നു, അവൻ അവിടെ യഹോവയെ നമസ്കരിച്ചു. അങ്ങനെ ഈ ശമൂവേലിനെ ആലയത്തിൽ അർപ്പിച്ച് 1-ാം അധ്യായം പൂർത്തീകരിക്കുക. ദൈവമക്കളെ, എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ഒരു വിശ്വസ്ത പ്രവാചകൻ ഇസ്രായേലിൽ എഴുന്നേൽക്കാൻ കാരണം, ഒരു സഹോദരി പറയുകയാണ്, ഗോഡ്സ് പെയിൻ ഇസ് ബിഗർ ദാൻ മൈ പെയിൻ, ഗോഡ്സ് നീഡ് ഇസ് ബിഗർ ദാൻ മൈ നീഡ്. ഈ കാലഘട്ടത്തിലും ദൈവം അന്വേഷിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ്. നമ്മുടെ ചില ഭാരങ്ങൾ ദൈവം മുൻപിൽ ഇറക്കി വെച്ച് നമ്മൾ ഒരു ആശ്വാസം കണ്ടെത്തി മടങ്ങിപ്പോകുക മാത്രമല്ല, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോൾ തന്നെ ദൈവഹൃദയത്തിന്റെ ഭാരം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, സമർപ്പിക്കുവാൻ, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവപ്രവർത്തിക്കായി കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ഒരുവൻ എന്റെ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ശമൂവേലിന്റെ 3 ഗുണങ്ങൾ ഞാൻ പറഞ്ഞ് വേഗം മുൻപോട്ട് പോകാം. ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട ശമൂവേൽ 2-ാം അധ്യായത്തിൽ വളരുകയാണ്. എവിടാ വളരുന്നത്? അനുകൂല സാഹചര്യങ്ങളിലല്ല. 2-ാം അധ്യായത്തിൽ വലിയൊരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാം. യഹോവയുടെ മുൻപിൽ വളരുന്ന ശമൂവേൽ, യഹോവയ്ക്ക് ഇഷ്ടമായി ചെയ്യുന്നത് ശമൂവേൽ. 1:28 അവർ നമസ്കരിച്ചു എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ പറയുന്നത് ഹി വർഷിപ്ഡ് എന്ന, അവർ എന്നല്ല, അവൻ നമസ്കരിച്ചു എന്ന. 2:11, 2:18, 2:21, 26 വാക്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ
ശമൂവേല് ഏലി പുരോഹിതന്റെ മുൻപിലാണ് ഇരിക്കുന്നത്. 2:11 പറയുന്നത്, എൽക്കാന റാമയിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ ഏലിയുടെ മുൻപിൽ ശമൂവേൽ യഹോവയ്ക്ക് ശുശ്രൂഷ കഴിച്ചു. നോക്കിയേ, ഏലിയുടെ മുൻപിലാണെന്ന് സത്യമാണ്. ഈ 2-ാം അധ്യായം തന്നെ നോക്കുമ്പോൾ ഏലി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഏലിയുടെ പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അവര് നീചന്മാരായിരുന്നു, അവര് ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തിരുന്നു. 2-ാം അധ്യായം 12-ാം വാക്യം ആ 11ഉം 12ഉം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വലിയൊരു സത്യം അവിടെ മനസ്സിലാകുകയാണ്. ശമൂവേൽ എവിടാ വളർന്നത്? 2:11 പറയുന്നത്, എൽക്കാന റാമയിലേക്ക് മടങ്ങിപ്പോയി, ബാലൻ പുരോഹിതനായ ഏലിയുടെ മുൻപിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. 12-ാം വാക്യം, എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. നോക്കി, ഒരു വശത്ത് അനാത്മികർ, ദൈവനിഷേധികൾ, നീചന്മാർ ഉള്ള ഒരിടത്ത് ഒരു കർത്താവ് പറഞ്ഞ പോലെ ചെന്നായ്ക്കളുടെ നടുവിൽ ഒരു കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ വിടുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു ആട്ടുംകൂട്ടത്തിന്റെ ഇടയിൽ ഒരു ചെന്നായി വന്നാൽ തന്നെ വലിയൊരു പ്രശ്നമാണ്. പക്ഷെ ചെന്നായ്ക്കളുടെ ഇടയിൽ ഒരു കുഞ്ഞാടിനെ വിട്ടാലുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിനേക്കാൾ വലിയ അനർത്ഥം സംഭവിക്കാനില്ല. എന്നതുപോലെയായിരുന്നു ശീലോഹിലെ ആലയത്തിൽ കുറെ ചെന്നായ്ക്കളുണ്ട്. ഈ ചെന്നായ്ക്കളുടെ നടുവിൽ ഒരു കുഞ്ഞാടിനെ പോലെ ശമൂവേൽ ദൈവത്തിന് പ്രസാദമുള്ളവനായി വളർന്നു വരികയാണ്. നോക്കിയേ, പലരും പറയാറുണ്ട്, എന്റെ സാഹചര്യങ്ങളൊന്നും ഒത്തായിരുന്നെങ്കിൽ ഞാൻ ആത്മീകനായനെ. സാഹചര്യങ്ങൾ എങ്ങനെ കിടന്നാലും നമ്മുടെ ആത്മീകത ഇരിക്കുന്നത് സാഹചര്യങ്ങളിലല്ല. നമ്മുടെ ആത്മീകത ഇരിക്കുന്നത് വ്യക്തിപരമായ ദൈവബന്ധത്തിലാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും ഈ തലമുറകളൊക്കെയും അവരുടെ ഒരു നല്ല പ്രായമാകുമ്പോൾ അവർ പഠിക്കാൻ ജോലിക്കൊക്കെ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ ചിലർക്ക് പേടിയാ. ചിലർ പറയും, ഇന്ന രാജ്യത്തിൽ പോയാൽ അല്ലെ ഇന്ന പട്ടണത്തിൽ പോയാൽ എന്റെ കുഞ്ഞ് നശിച്ചു പോകുമോ? പണ്ട് ഈ പറയും, വേറെ എവിടെ വിട്ടാലും നമ്മൾ ബാംഗ്ലൂരിൽ വിടത്തില്ല, അവിടെ പോയാൽ കുഞ്ഞ് നശിച്ചു പോകുന്നൊക്കെ പറയുന്നത് കേൾക്കാം. സത്യമാണ്, അങ്ങനെയുള്ള പല പ്രലോഭനങ്ങളുണ്ട്. പക്ഷേ മണക്കാലയിൽ ഞാൻ സൂക്ഷിക്കുന്ന സ്ഥാപനത്തിൽ ആരംഭിച്ച കോശിസാർ പറയുന്ന വാക്കുകൾ ഞാൻ ഓർക്കും. നിത്യതയെ വിശ്രമിക്കുന്ന ടി ജി കോശിസാർ എപ്പോഴും പറയും, കേരളത്തിലെ ദൈവവും അമേരിക്കയിലെ ദൈവവും ഒന്നാണ്, കേരളത്തിലെ പിശാചും അമേരിക്കയിലെ പിശാചും ഒന്നാണ്. ദൈവത്തിനും മാറ്റമില്ല, പിശാചിനും മാറ്റമില്ല. പിന്നെ മാറ്റം ആർക്കാ ഉണ്ടാകുന്നത്? നമുക്കാ ഉണ്ടാകുന്നത്. അല്ലാതെ ദേശം വിടുമ്പോഴോ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോഴൊന്നും ദൈവത്തിനോ ദൈവപ്രവർത്തിക്കോ ഒന്നും മാറ്റമില്ല. സാഹചര്യങ്ങൾ വഷളായാലും സാഹചര്യങ്ങളെ പഴി പറയാൻ കഴിയത്തില്ല. നോക്കിയേ, നീചന്മാർ, യഹോവയെ ഓർക്കാത്തവർ, ദുഷ്ടന്മാർ അരങ്ങു നിറഞ്ഞ് ശുശ്രൂഷിക്കുന്ന ഒരു ആലയത്തിൽ ശമൂവേൽ വളരുകയാണ്. ഇവിടെ ഒരു കാര്യം മാത്രം ഞാൻ കാണിക്കാം. സാമുവൽ വാസ് ഗോഡ് ഫോക്കസ്. 2-ാം അധ്യായത്തിൽ വീണ്ടും എനിക്ക് കാണാൻ കഴിയുന്നത് സാമുവലിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്. ഗോഡ് ഫോക്കസ്ഡ് ആണ്, ദൈവത്തിൽ കേന്ദ്രീകൃതനാണ്. നീചന്മാർ ചുറ്റുമുണ്ട്, ദുഷ്ടരുണ്ട്, ദൈവത്തെ ഓർക്കാത്തവരുണ്ട്. ശമൂവേൽ ഏലിയുടെ മുൻപില്ല. ഏലിയുടെ കണ്ണൊക്കെ മങ്ങി, ദർശനമൊക്കെ പോയി. ഇവ പഴയ പോലെ ദൈവമൊന്നും സംസാരിക്കുന്നില്ല. പഴയതുപോലെ ഫാൻ ഓഫ് ആയാലും കറങ്ങുന്നത് പോലെ പണ്ടത്തെ ഒരു പരിചയത്തിൽ ഏലി പിടിച്ചു നിൽക്കുന്നു, പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ ഏലിയുടെ മുൻപിലാണെങ്കിൽ 11-ാം വാക്യം പറയുന്നത്, ഏലിയുടെ മുൻപിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. യഹോവയ്ക്ക്, ഏലിക്കല്ല ശുശ്രൂഷ ചെയ്തത്, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ഏലിയുടെ മുൻപിലാണെന്ന് സത്യമാണ്, പക്ഷെ യഹോവയ്ക്ക് ശുശ്രൂഷ. 18-ാം വാക്യം, ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂല് കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോകുന്നു. നോക്കിയേ, ആ ഒരു എംഫസിസ് കണ്ടോ? 21-ാം വാക്യം എന്താ പറയുന്നത്? യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ചു, 3 പുത്രന്മാർ 2 പുത്രിമാരും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. നോക്കിയേ, യഹോവയുടെ സന്നിധി ശുശ്രൂഷിച്ചു, യഹോവയുടെ സന്നിധി വളർന്നു വന്നു. 26-ാം വാക്യം, ശമൂവേൽ ബാലനോ വളർന്നു യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതിയുള്ളവനായി വളർന്നു. ഇത് ആക്ച്വലി കർത്താവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്.
ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് ലൂക്കോസ് പറയുന്നത് എന്താ? പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൈവത്തിന്റെ കൃപയിലും മനുഷ്യന്റെ പ്രീതിയിലും യേശു വളർന്നു എന്ന് പറയുന്ന അതേ വാക്കുകളാണ് ഇവിടെ കാണുന്നത്. നോക്കിയേ, ചുറ്റും പലതും നടക്കുന്നു. ആലയം ദൈവകൃപ വിട്ടതാണ്. ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, ഇവിടെ ചില ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം സ്വാർത്ഥതയിൽ മുങ്ങിക്കുളിച്ചിരിക്കുക. പക്ഷെ അതിന്റെ നടുവിൽ യഹോവയുടെ മുൻപിൽ ശുശ്രൂഷ, യഹോവയുടെ മുൻപിൽ വളരുകയാണ്, യഹോവയുടെ പ്രീതിയിൽ വളർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സാഹചര്യങ്ങളെ പഴി പറയേണ്ട, ദൈവത്തിൽ നമ്മളെ തന്നെ അർപ്പിച്ചാൽ. സാമുവേൽ എന്ന ബാലന്റെ അറ്റ്മോസ്ഫിയർ ഒന്ന് നോക്കിയേ. ഒന്നും അനുകൂലമല്ലെങ്കിലും ശമൂവേലിന് വേറെ ഒന്നും അറിയണ്ട. ഹി ഈസ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ഗോഡ്സ് പ്രസൻസ്. Everything is about God. His growth is about God. His ministry is towards God. എല്ലാം യഹോവയുടെ മുൻപിൽ, യഹോവയുടെ പ്രീതിയിൽ, യഹോവയുടെ ആ ഒരു സാന്നിധ്യവും, യഹോവ എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ബാലൻ. ഒരു ഗോഡ് ഫോക്കസ്ഡ് ലൈഫായിരുന്നു 2-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ ന്യായവിധിയാണ് നമ്മൾ കാണുന്നത്. എന്താ ന്യായവിധി? 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. വീണ്ടും അത് തന്നെ, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. പക്ഷെ അടുത്ത പ്രയോഗം നോക്കിയേ, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവിക ന്യായവിധിയാണ് ഒരു സമൂഹത്തിന്റെ മേളിൽ. ഒരു സമൂഹം തനിക്ക് ബോധിച്ചതുപോലെ ജീവിച്ചപ്പോൾ ദൈവം അവിടുത്തെ വചനവും അവിടുത്തെ വെളിപ്പാടും അവിടുത്തെ ദർശനവും പിൻവലിച്ചു. ദാറ്റ് ഇസ് ഡേഞ്ചറസ്. ന്യായവിധി എന്ന് പറയുന്നത് എന്താ? തലയിൽ ഇടുത്തി വീഴുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യക്ഷമായ നാശനഷ്ടം ഉണ്ടാകുന്നതല്ല. ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവിക ന്യായവിധി എന്ന് പറയുന്നത് ദൈവം വചനത്തെ പിൻവലിക്കുകയാണ്. വചനമില്ല, വചനമേറെയില്ല. ദർശനങ്ങൾ ദുർലഭമായിരുന്ന, ദർശനങ്ങൾ ഏറെയില്ലാതെ വചനം ദുർലഭമാണ്. വചനം കിട്ടാനില്ല. ദൈവത്തിന് സംസാരിക്കാനുള്ളത് എന്താണെന്ന് ജനത്തിന് അറിയാതെ വണ്ണം ജനം ബന്ധിക്കപ്പെട്ടിരിക്കുക. ഞാൻ പറയട്ടെ, ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുമ്പോൾ, ദൈവത്തെ വിട്ടൊരു സമൂഹം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും തുറന്ന ലക്ഷണം ദൈവം കൈവിട്ടു, അല്ലെ ദൈവം ന്യായം വിധിക്കുക എന്നതിൻ്റെ ഏറ്റവും തുറന്ന ലക്ഷണമാണ് ദൈവം അവിടുത്തെ വചനം പിൻവലിക്കുക. ആമോസിന്റെ പ്രവാചക പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യം ഇതിനോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ആമോസിന്റെ പ്രവാചക പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനത്തിനായുള്ള വിശപ്പും ദാഹവും. ഏറ്റവും വലിയ വിശപ്പ് വയറിന്റെ വിശപ്പല്ല. ഏറ്റവും വലിയ ദാഹം നമ്മുടെ അണ്ണാക്ക് തൊണ്ട വറ്റുന്നതല്ല. ഏറ്റവും വലിയ വിശപ്പും ദാഹവും വചനത്തിനുള്ള വിശപ്പും ദാഹവും. വചനമില്ലെങ്കിൽ, if the word is lost, a community is lost. വചനം നഷ്ടമായി പോയാൽ, വചനം വേണ്ട നിലയിൽ പൊരുൾ തിരിച്ച് വ്യാഖ്യാനിച്ച് ദൈവത്തിന്റെ ഹൃദയം ജനത്തിന് വെളിപ്പെടുത്തുവാൻ ആളില്ലെങ്കിൽ അത് ന്യായവിധിയാണ്. God spoke to me, ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കുന്നില്ല ഞാൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹോഷ്ക്ക് പറയുന്നവർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഗോഡ് സ്പോക്ക് ടു മീ എന്നല്ല, ഐ സ്പോക്ക് ടു മൈസെൽഫ് എന്നാണ് ശരിക്കും പറയേണ്ടത്. ദൈവം സംസാരിക്കുന്നതല്ല, അവനവന്റെ ബുദ്ധിക്ക് തോന്നുന്നത് വിളിച്ചു പറയുകയും ജനത്തെ അതിലേക്ക് വലിച്ചടയ്ക്കുവാൻ നോക്കുന്ന ചെന്നായ്ക്കൾ ആത്മിക ശുശ്രൂഷ രംഗങ്ങളെ കവർന്നു നിൽക്കുമ്പോൾ മനസ്സിലാകണം, വചനം കിട്ടാതെ വരുമ്പോൾ, വചനം അതിന്റെ പൊരുൾ തിരച്ച് അതിന്റെ യഥാർത്ഥത്തിൽ അതിനെ നമ്മുടെ മുൻപിൽ എക്സ്പോസ് ചെയ്യുവാൻ, വ്യാഖ്യാനിക്കുവാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ കുറഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവിക ന്യായവിധിയാണത്.
ഒരു സമൂഹത്തോടുള്ള ദൈവത്തിന്റെ വ്യവഹാരമാണത്. 2-ാം അധ്യായത്തിൽ ശമൂവേലിനെയും ഏലിയുടെ പുത്രന്മാർ തമ്മിൽ വലിയൊരു കോൺട്രാസ്റ്റ് കണ്ടു. ബാക്കി സമൂഹത്തിലുള്ള എല്ലാവരും ദുഷ്ടന്മാരൊന്നും ആണെന്ന് അവിടെ എഴുതിയിട്ടില്ല. അവര് നീചന്മാരായിരുന്നു, അവർ യഹോവയെ ഓർക്കാത്തവരായിരുന്നു. പക്ഷെ നാട്ടിലുള്ളവർ, ഇസ്രായേലിലുള്ളവർ, ദാൻ മുതൽ ബർശേബയിലുള്ളവർ, അവരൊക്കെ ദൈവത്തെ ഓർക്കുന്നവരാ. അതുകൊണ്ടല്ലേ യാഗത്തിന് വന്നത്. മുപ്പല്ലിയിൽ കുത്തിയെടുക്കുന്ന യാഗവസ്തു ആരുടെയാ? ഈ ഇസ്രായേൽ ജനത്തിന്റെയാ. എന്തിനാ ഇസ്രായേൽ ജനം വന്നത്? പ്രമാണത്തിനനുസരിച്ച് യാഗമർപ്പിക്കാൻ. അപ്പോൾ ശരാശരി ഒരു ഇസ്രായേലിയൻ ദുഷ്ടനാണെന്നോ നീചനാണെന്നോ ഒന്നും പുസ്തകം പറയുന്നില്ല. സമൂഹം ഒരു നല്ല മനുഷ്യരെ കൊണ്ട് നിറഞ്ഞൊരു സമൂഹമാണ്. വലിയ തരക്കേടൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ പ്രശ്നക്കാരൊന്നുമില്ല, നല്ല മനുഷ്യരാ. പക്ഷേ നല്ല മനുഷ്യർ ഒത്തിരി ഉണ്ടെങ്കിലും ദൈവ മനുഷ്യരില്ല, ദൈവ ശബ്ദം കേൾക്കുന്നവരില്ല, ദർശനമുള്ളവരില്ല, ദൈവത്തിന് വിശ്വസ്തമായി ദൈവത്തിന്റെ ദൂതേൽപ്പിക്കാൻ ആളില്ല. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. ദാൻ മുതൽ ബർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി ശമൂവേൽ മാറി എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ വിശ്വസിച്ച് അവിടുത്തെ വചനമേൽപ്പിക്കാൻ ആളില്ല. കുറെ ആളുകൾ ആലയത്തിലും ശുശ്രൂഷയുടെ മുൻപന്തിയിൽ നിൽക്കുന്നവർ മ്ലേച്ഛന്മാരായി, നീചന്മാരായി, യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തത് ആ കണ്ട് ദൈവം കോപിച്ചിരിക്കുക. അത് മാത്രമല്ല, സാധാരണമായി സമൂഹത്തിൽ ജീവിക്കുന്നവരിലും ദൈവത്തിന്റെ വചനം ഏൽപ്പിക്കാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളവരില്ല. ദൈവത്തിന് അവിടുത്തെ മെസ്സേജ് എൻട്രസ്റ്റ് ചെയ്യുവാൻ, ഡിപ്പോസിറ്റ് ചെയ്യുവാൻ, ദൈവത്തിന് അവിടുത്തെ മെസ്സേജ് പാസ് ഓൺ ചെയ്യുവാൻ ഒരു അപ്രോപ്രിയേറ്റ് വെസൽ ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വചനം ദുർലഭമാണെന്ന് പറയുമ്പോൾ, ദർശനമേറെയില്ലെന്ന് പറയുമ്പോൾ, ഇന്നത്തെ ആത്മീക സമൂഹത്തിലും ഒരു ഭാഗത്ത്, ഒരു പരിധിവരെ, ഒരു നല്ലൊരു പങ്കിടങ്ങളിലും പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, മീറ്റിംഗ് ഉണ്ട്, യോഗമുണ്ട്, കൺവെൻഷനും എല്ലാവിധ കോൺഫറൻസും മുറയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, ദൈവ ഹൃദയത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, അതെല്ലാം എവിടെ ഉണ്ട്? അവിടുത്തെ എഴുതപ്പെട്ട വചനത്തിലുണ്ട്. അത് ശരിക്കും വെളിപ്പെടുത്തി തരുവാൻ ആളില്ലാതെ പോകുമ്പോൾ മനസ്സിലാകണം, ഇതൊരു ദൈവിക ന്യായവിധിയാണ്. പക്ഷെ അതിന്റെ നടുവിൽ 3-ാം അധ്യായത്തിലെ വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കുന്നില്ല, സംഭവം നിങ്ങൾക്കറിയാം. 3-ന്റെ മുന്നിൽ പറയുന്നത് ആ വിളക്ക് കെട്ടുപോയില്ലായിരുന്നു. കെട്ടുപോകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ അതിരാവിലെ ശമൂവേൽ ദൈവശബ്ദം കേൾക്കുക. ചില വേദപഠിതാക്കൾ ഇങ്ങനെയാ പറയുന്നത്, ദൈവം ആ സമൂഹത്തെ കൈവിട്ടില്ലതിന്റെ ഒരു അടയാളമാണ് ആ വാക്കുകൾ. ദ ലാംബ് ഹാഡ് നോട്ട് യെറ്റ് ഗോൺ ഔട്ട്. ആ വിളക്ക് പൂർണ്ണമായി കെട്ടുപോയില്ല, ദൈവം പൂർണ്ണമായി കൈവിട്ടില്ല. ദൈവം ആ രാത്രിയുടെ നിശബ്ദതയിൽ ശമൂവേലേ ശമൂവേലേ എന്ന് പറഞ്ഞ് ശമൂവേലിനോട് ഇടപെടുകയാണ്. വേറെ ആരും ഇടപെടുവാൻ, ആ ദൈവിക ശബ്ദം കേൾക്കുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ കണ്ടില്ല. പക്ഷെ ഒരുവൻ പൊസിഷനിലുണ്ട്. ഒരുവൻ ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ഇടപെടിയിലിന് റൈറ്റ് പൊസിഷനിൽ നിൽക്കുകയാണ്. എന്താ ദൈവിക ഇടപെടിയിൽ? ദൈവം എങ്ങനാ സംസാരിക്കുന്നതെന്ന് ശമൂവേലിന് പരിചയമില്ല, ഒന്നും അറിയത്തില്ല. പരിചയമുള്ള പലരും അവിടെ ഉണ്ട്, പക്ഷെ അവർക്ക് ദൈവശബ്ദം കേൾക്കാൻ നേരമില്ല. പക്ഷെ പരിചയമില്ലാത്ത, കുടുംബ പാരമ്പര്യമില്ലാത്ത, പൗരോഹിത്യ പാഠവമില്ലാത്ത ഒരു ബാലൻ ദൈവശബ്ദം കേൾക്കുകയാണ്. എനിക്ക് രണ്ടാമത് പറയാനുള്ളത്, സാമുവൽ വാസ് സെൻസിറ്റീവ് ടു ദ വോയിസ് ഓഫ് ഗോഡ്. ഹി വാസ് സെൻസിറ്റീവ് ഇൻ ഹിസ് സ്പിരിറ്റ്. He was sensitive to the movement of the spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടിയിലിന്, ദൈവ ശബ്ദത്തിന് സെൻസിറ്റീവായ ഒരു ബാലനായിരുന്നു സാമുവൽ. സെൻസിറ്റീവായിട്ട് ദൈവശബ്ദം കേൾക്കുകയാണ്. കാലഘട്ടത്തിനുള്ള ദൂത് അവിടെ വെളിപ്പെടുകയാണ്. ഒന്ന് നമ്മൾ കണ്ടു, he was God focused. തനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. മ്ലേച്ഛന്മാരെ, ചുറ്റുമുള്ളവരെ തനിക്ക് നോക്കാൻ സമയമില്ല. ദൈവത്തിൽ കേന്ദ്രീകൃതനായ ശമൂവേൽ. രണ്ടാമത്, ദൈവ ശബ്ദത്തിന് കാതോർക്കുവാൻ തൻ റൈറ്റ് പൊസിഷനിലായിരുന്നു. നമ്മൾ ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കുന്നു, ഒത്തിരി മീഡിയ, ഒത്തിരി ഇന്റർനെറ്റ്, ഒത്തിരി സ്ക്രോളിംഗ്, ഒത്തിരി ഉണ്ട് നമ്മുടെ ലൈഫിൽ. ഒത്തിരി അവശബ്ദങ്ങൾ നമ്മുടെ ചുറ്റും മുഴങ്ങുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുങ്ങട്ടെ. ദൈവത്തിന് ഇടപെടുവാനുള്ളത് കേൾക്കുവാൻ
മറ്റ് നോയിസ് എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്ത് ആ വോയിസിന് നമ്മളെ തന്നെ ഒരുക്കണം. അതാണ് രണ്ടാമത് ഇവിടെ ഞാൻ കാണുന്നത്. മൂന്നാമത് സാമുവേലിന്റെ ഒരു വലിയ ഒരു സ്വഭാവ വിശേഷത, ആ 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യം നമ്മൾ വായിച്ച വാക്യമാണ്. ഇങ്ങനെ ശമൂവേലിന് യഹോവ ശീലോഹിൽ വെച്ച് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോഹിൽ വെച്ച് പ്രത്യക്ഷനായി. വിശ്വസ്ത പ്രവാചകനായ ശമൂവേൽ പുറത്തു വരാനുണ്ടായ ആ കാരണം, ആ പശ്ചാത്തലം നമ്മൾ കണ്ടു. വിശ്വസ്ത പ്രവാചകനായ ശമൂവേലിന്റെ 3 ഗുണങ്ങളാണ് ഞാൻ എടുത്തു പറയുന്നത്. ഒന്ന്, ഗോഡ് ഫോക്കസ്ഡ് ആണ് സാമുവേൽ. 2, ഹിസ് സെൻസിറ്റീവ് ടു ദ വോയിസ് ഓഫ് ഗോഡ്. 3, 3-ാമത്തെ 21-ാം വാക്യം പറയുന്നത്, ശീലോഹിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം. ശമൂവേൽ ഓഡിബിളായി ദൈവശബ്ദം കേട്ടു. ദൈവത്തിന്റെ അരുളപ്പാടിന്റെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നത് യഹോവയുടെ വചനത്താൽ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് മാത്രമല്ല ഇവിടുത്തെ വിഷയം. എക്സ്പീരിയൻസസിനായി സ്തോത്രം. പക്ഷെ എക്സ്പീരിയൻസിനും അപ്പുറമായി യഹോവ ശീലോഹിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം എന്ന് പറഞ്ഞാൽ സാമുവേലിനോടുള്ള ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ജസ്റ്റ് ആൻ എക്സ്റ്റാറ്റിക് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് വാസ് എ വേർഡ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അത് വചന കേന്ദ്രീകൃതമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം വചനത്തിൽ കൂടി ഇടപെട്ടു. എങ്ങനെയാണ് വിശ്വസ്ത പ്രവാചകനായി ശമൂവേൽ ആ കാലഘട്ടത്തിൽ വ്യത്യസ്തനായി നിന്നത്? എന്നും ദൈവശബ്ദത്തിന്റെ ഒരു ഓഡിബിൾ വോയിസ് സാമുവേൽ കേട്ടു എന്നല്ല ഇവിടെ പറയുന്നത്. വീണ്ടും വീണ്ടും യഹോവ ശീലോഹിൽ വെച്ച് പ്രത്യക്ഷനായെന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ടായി, ഒരു ഇനീഷ്യൽ എൻകൗണ്ടർ ഉണ്ടായി. പക്ഷെ അതുകൊണ്ട് തീരുകയല്ല, വീണ്ടും 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 വചനത്തിൽ കൂടി ദൈവം ഇടപെടുകയാണ്. ഇന്നത്തെ വലിയൊരു പ്രതിസന്ധി ഇതാ. ആളുകൾ എപ്പോഴും അന്വേഷിക്കുന്നത് എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നെങ്കിൽ, ദൈവശബ്ദം ഓഡിബിളായി കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട്, ഞാൻ നിഷേധിക്കുകയല്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾക്കായി സ്തോത്രം. പക്ഷെ അതുകൊണ്ട് മാത്രം, ആ അടിസ്ഥാനത്തിൽ മാത്രം നമുക്കൊരു ക്രിസ്തീയ ജീവിതം പണിയാൻ കഴിയത്തില്ല. നമുക്ക് ദൈവശബ്ദം സ്പഷ്ടമായി വ്യക്തമായി എന്നും കേൾക്കാൻ കഴിയും. ബൈബിൾ തുറന്ന് കർത്താവേ എന്നോട് ഇടപെടണമേ, എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറയോട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളോടുള്ള ദൈവത്തിന്റെ ദൂത് എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ബൈബിൾ തുറന്ന് നാം വായിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ദൈവശബ്ദത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വചനത്തിൽ കൂടി വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. വചനത്തിൽ കൂടി ഇടപെടുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ആ വചനത്തിന്റെ വചനങ്ങൾ അത് അക്ഷരങ്ങളായിട്ട് മാത്രമല്ല, അത് ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണെന്ന് യോഹന്നാൻ 6:7 പറയുന്ന അതേ സത്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ വചനം ലൈവായിട്ട് നമ്മുടെ അന്തരംഗങ്ങളിൽ പെനിട്രേറ്റ് ചെയ്ത് നമുക്ക് ഇന്ന് വേണ്ട മന്ന ഇന്ന് ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. ഇന്നലത്തെ അരുളപ്പാടിലോ 10 വർഷം മുൻപ് ഞാൻ ഇറങ്ങിത്തിരിച്ചപ്പോ കേട്ട ദൈവശബ്ദത്തിന്റെ ഒരു ഇന്ധനത്തിലല്ല ഞാൻ ഓടുന്നത്. എവ്രി ഡേ ഗോഡ് വാണ്ട്സ് ടു റിവീൽ ഹിംസെൽഫ് ടു മീ ത്രൂ ഹിസ് വേർഡ്. ആം ഐ റെഡി ടു റിസെപ്റ്റീവ്ലി ലിസൺ ഫ്രം ഹിം? ഞാൻ എന്നെ തന്നെ മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവോടുകൂടി കേൾക്കുവാൻ വില്ലിംഗ് ആണോ എന്നാണ് ചോദ്യം. ദൈവം സംസാരിക്കുമോ? ദർശനത്തിൽ കൂടി, തീർച്ചയായിട്ടും. സ്വപ്നങ്ങളിൽ കൂടി, സാഹചര്യങ്ങളിൽ കൂടി ദൈവം പല നിലകളിൽ നമ്മളോട് സംസാരിച്ചു എന്ന് വരാം. ബട്ട് ഗോഡ് പ്രൈമറിലി സ്പീക്സ് ത്രൂ ഹിസ് റിട്ടൺ വേർഡ്. എഴുതപ്പെട്ട വചനത്തിൽ കൂടി. നോക്കി, ഇവിടെ വളരെ ചിന്തനീയമാണ്. യഹോവ ശിലോഹിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്തിൽ കൂടി, യഹോവയുടെ വചനത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ ദ റിട്ടൺ വേർഡ്, ദ തോറ, അവർക്ക് കയ്യിലുള്ള പ്രമാണത്തിൽ കൂടിയാണ് ശമൂവേലിനോട് ദൈവം ഇടപെട്ടത്. He was word centered. He was not just God focused,
He was not just sensitive to the voice of the Spirit. ദൈവകേന്ദ്രീകൃതമായി ദൈവശബ്ദത്തിന് കാതോർക്കുക മാത്രമല്ല, വചനത്തിലാണ് ശമൂവേൽ മുഴുകിയിരുന്നത്. തന്റെ വായിലെ വചനങ്ങൾ നിലത്ത് വീഴാതെ വണ്ണം ദാൻ മുതൽ ബർഷേബ വരെ വിശ്വസ്ത പ്രവാചകൻ ആകാൻ കാരണം താൻ വചനത്തിൽ മുഴുകിയിരുന്നു. അതാണ് 21-ാം വാക്യം പറയുന്നത്, വീണ്ടും വീണ്ടും ഷീലോഹിൽ വെച്ച് യഹോവ ശമൂവേലിന് പ്രത്യക്ഷനായി. ഒരു വൺ ടൈം എക്സ്പീരിയൻസ് അല്ല, ഒരു റിപ്പീറ്റഡ് ലൈഫ് സ്റ്റൈലായി, പാറ്റേണായി ഇത് മാറുകയാണ്. വീണ്ടും വീണ്ടും വചനത്തിൽ കൂടി ദൈവം സാമുവേലിനോട് ഇടപെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇങ്ങനൊരു ലൈഫ് സ്റ്റൈലിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഒരു യോഗം ആഴ്ചവട്ടത്തിൽ ഒരിക്കൽ നാം കൂടുന്ന ഒരു സഭായോഗത്തിലോ ഒരു ബൈബിൾ സ്റ്റഡിയിലോ മാത്രം ദൈവശബ്ദം കേൾക്കുകയല്ല, എല്ലാ ദിവസവും പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ വചനവുമായി വ്യക്തിപരമായി സമയം ചെലവഴിക്കുമ്പോൾ God will speak to you. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇന്നും ദൈവം സംസാരിക്കുന്നു. ദിസ് ഈസ് എ ലിവിംഗ് ബുക്ക്. ഇത് ജീവനുള്ള ഒരു പുസ്തകമാണ്. ആൻഡ് ഹി സ്പീക്സ് ടുഡേ ത്രൂ ഹിസ് വേർഡ്. നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. ദൈവവചനത്തിൽ കൂടി ദൈവ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഹൃദയം ഓരോ ദിവസവും ഒരുക്കപ്പെടട്ടെ. ചിലപ്പോഴൊക്കെ ഞാൻ യവനക്കാരോട് പറയും, ചിലരോടൊന്ന് പറയും, ഒന്ന് ദൈവശബ്ദം കേട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഒരു ഓഡിബിൾ വോയിസ്. അങ്ങനെ ആ പാസ്റ്റർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ഓഡിബിൾ വോയിസ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ ചിലപ്പോൾ അവരോട് അല്പം സരസമായി പറയാറുണ്ട്, ബൈബിൾ വായിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കാം. നിങ്ങൾ ഉച്ചത്തിൽ വായിച്ചാൽ ദൈവശബ്ദം ഓഡിബിൾ ആയിട്ട് കേൾക്കാം. യു റീഡ് യുവർ ബൈബിൾ ലൗഡ്ലി, യു കൻ ഓഡിബിളി ഹിയർ. ഓഡിബിളി ദൈവശബ്ദത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. അല്ല, നിങ്ങൾക്ക് എന്നും ഓഡിബിൾ ആയിട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾ വായിക്കുന്ന വേദഭാഗം ഉറക്കെ വായിച്ചാൽ മതി. ഓഡിബിൾ ആയിട്ട് നമുക്ക് കേൾക്കാം ദൈവത്തിന് എന്താ പറയാനുള്ളത്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താ, എന്തെങ്കിലും പുതിയതൊന്ന്, അല്ലെ, ഇന്നത്തെ വലിയൊരു സ്പിരിച്വൽ മാർക്കറ്റിംഗ് ലാംഗ്വേജ് ആണ്. പുതിയതൊന്നെന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ സ്പ്രിങ്ങലാകും. പുതിയതൊന്ന്, ഇതുവരെ ആർക്കും വെളിപ്പെടാത്ത എന്തോ എൻ്റെ കയ്യിലുണ്ട്. എപ്പോഴും എൻ്റെ ബൈബിൾ കോളേജ് ക്ലാസ്സിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമുണ്ട്, ഇഫ് ഇറ്റ് ഇസ് ന്യൂ ഇറ്റ് ഇസ് നോട്ട് ട്രൂ, ഇഫ് ഇറ്റ് ഇസ് ട്രൂ ഇറ്റ് ഇസ് നോട്ട് ന്യൂ. പുതിയതാണെങ്കിൽ സത്യമല്ല, സത്യമാണെങ്കിൽ പുതിയതല്ല. നമുക്ക് വേണ്ടത് ഒരു ന്യൂ വേർഡ് അല്ല, നമുക്ക് വേണ്ടത് ഈ വചനം നമുക്ക് ഫ്രഷ് ആയിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടണം. ഓക്കെ, യെസ്, വി നീഡ് എ ഫ്രഷ് വേർഡ്. ഐ ബിലീവ് ഇൻ ദാറ്റ്. ഓരോ ദിവസം പുതുക്കത്തോടുള്ള ദൈവശബ്ദം പുതുമയോട് നമ്മൾ കേൾക്കണം. തീർച്ചയായിട്ടും അത് സത്യമാണ്. പക്ഷെ വചനത്തിന് പ്രത്യേക പുതുമയൊന്നും ഉണ്ടാകുന്നില്ല. ഇത് ഒരിക്കലായി ഫലമേൽപ്പിച്ചതാണ്. നോ ചേഞ്ചിങ്, നോ ഓൾട്ടറേഷൻ, നോ മോഡിഫിക്കേഷൻ. ഇതിന്റെ പുതിയ 2.0 വെർഷൻ ഒന്നും ഇറങ്ങാൻ പോകുന്നില്ല. ദിസ് ഈസ് ദ ഫൈനൽ വേർഡ്. ദൈവത്തിന് സംസാരിക്കാനുള്ള ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിനപ്പുറം റെവലേഷൻ ഇല്ല. ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് അത്രയ്ക്ക് ഉറപ്പാണ്. ഇതിനപ്പുറം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്നോ അങ്ങനെ ദൈവത്തിന് പറയാനുണ്ടെന്ന് എന്തേലും തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ബൈബിളിന്റെ അവസാനം മിക്ക ബൈബിളിൽ കുറെ empty പേജസ് ഉണ്ട്. അവിടെ 67-ാമത്തെ പുസ്തകമായിട്ട് നിങ്ങളുടെ പേരൂടെ വെച്ചങ്ങ് നിങ്ങളുടെ വെളിപ്പാടെന്നും വേണേ അതിനെ നാമകരണം ചെയ്ത് അങ്ങ് എഴുതി വെച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ആ വെളിപ്പാട്, നിങ്ങൾക്ക് കിട്ടുന്ന ആ ആലോചനയും ഈ ബൈബിളിന് തത്തുല്യമാണെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ബൈബിളിന് അപ്പുറം ദൈവത്തിന് എന്തോ പറയാനുണ്ടെന്ന് പറയുവാണെങ്കിൽ, ഇറ്റ് മസ്റ്റ് ബി 67th ബുക്ക്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് 66 ബുക്സിൽ കാനൻ ക്ലോസ്ഡാ. ഇനി ദൈവത്തിന് പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും പറയാനില്ല. പറഞ്ഞത് എനിക്ക് പുതിയതായിരിക്കാം. ഇതിൽ എഴുതപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് വെളിപ്പെട്ട് കിട്ടാത്ത എത്രയോ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ആത്മാവിന്റെ അകക്കണ്ണ് തുറന്ന് എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ആത്മാവ് ഇടപെടുമ്പോൾ അത് എനിക്ക് പ്രകാശനമായി മാറുമ്പോൾ എനിക്കത് പുതുമയായിരിക്കും. ബട്ട് ദർ ഇസ് നത്തിങ് ന്യൂ ഇൻ ദിസ് ബുക്ക്. നമുക്കറിയാനുള്ളതെല്ലാം ഇവിടെ ഉല്ലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രശ്നം, വി ഓൾവേസ് വാണ്ട് സംതിങ് ന്യൂ ആൻഡ് സംതിങ് മോർ ഇന്നോവേറ്റീവ്. എന്തെങ്കിലും പുതുമയും എന്തെങ്കിലും അല്പം കൂടെ ഒരു 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 നോവൽറ്റി തേടുന്ന ഒരു തലമുറയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ഇടയലേഖനങ്ങൾ ഒരു വാക്യമുണ്ട്, പത്യോപദേശം, പത്യവചനം, സൗണ്ട് വേർഡ്. വാക്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, പ്രകാശനം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ഈ സൗണ്ട് വേർഡ് എന്ന് പറയുന്നത്
എന്നോട് ഒരാൾ പറഞ്ഞു സൗണ്ട് കൂട്ടി പറയുന്നതായിരിക്കും അല്ലേ? അല്ല, സൗണ്ട് കൂട്ടി പറയുന്നതല്ല. സൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ആരോഗ്യം വരുത്തുന്ന വചനം, നമ്മുടെ അകത്തെ മനുഷ്യന് ആരോഗ്യം നൽകുന്നതാണ് പത്യവചനം. ദൈവവചനം നമുക്ക് ആത്മിക മനുഷ്യന് ആരോഗ്യം നൽകും. അതാണ് ഇവിടെ നാം കാണുന്നത്. യഹോവ ശിലോഹിൽ വെച്ച് ശമൂവേലിനെ, ഇസ്രായേലിലെല്ലാം ദൈവത്തിന്റെ ആലോചന എത്തുമാർ ദൈവം തന്റെ അതിരുകളെ, തന്റെ വ്യക്തിപരമായ അതിരുകളെ അല്ല, തന്റെ ശുശ്രൂഷയുടെ അതിരുകളെ വിശാലമാക്കി തന്നിൽ കൂടി ദൈവശബ്ദം അനേകരിലേക്ക് എത്തിക്കുമാർ തന്നെ ഒരു ദൈവിക പ്രവൃത്തിയുടെ ചാനലാക്കി മാറ്റുകയാണ്. ഇവിടെ ദൈവമക്കൾ മനസ്സിലാക്കണം എന്താ അത് പത്യവചനത്തിന്റെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഒന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാം. ഈ ഫ്രഷ് ഫുഡാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത്, എപ്പോഴും ഏകദേശം ഒരുപോലെ ന്യൂ ഫുഡ് ആയിരിക്കത്തില്ല. ഏതെങ്കിലും വീട്ടിൽ എല്ലാ ദിവസവും ന്യൂ മെനു ഒന്നുമില്ല. മിക്ക വീടുകളിലും കിട്ടുന്ന ഫുഡൊക്കെ എല്ലാ ദിവസത്തെ മെനു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഒരാഴ്ച കൂടുമ്പോൾ വീണ്ടും ഫുഡ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. വീടുകളിൽ ഒരിക്കലും നമുക്ക് ന്യൂ ഫുഡ് കിട്ടത്തില്ല. ന്യൂ ഫുഡ് കിട്ടണമെങ്കിൽ എവിടെ പോകണം? ഹോട്ടലിൽ പോകണം. പക്ഷെ ഹോട്ടലിലെ ഫുഡ് നിരന്തരമായി കഴിച്ചാൽ, നാട്ടിലൊക്കെ തട്ടുദോശയുണ്ട്, അല്ലെങ്കിൽ ഓംലെറ്റ് അടിക്കുന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. ഇങ്ങനെ വീശി അടിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വിഭാസ് പറയുന്ന പോലെ. പക്ഷെ അത് കഴിച്ചാൽ തട്ടിപ്പോകും. തട്ടുദോശയുടെ പ്രത്യേകത എന്നും ഡെയിലി കഴിച്ചാൽ എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ വീട്ടിലെ ഫുഡ് എന്നും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, കാരണം ന്യൂ ഫുഡ് അല്ല, യു ഗെറ്റ് ഫ്രഷ് ഫുഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വചനത്തിനപ്പുറം പലതും തപ്പിപ്പോകുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിന്റെ നടുവിൽ വി ഡോണ്ട് നീഡ് എ ന്യൂ റെവലേഷൻ. യെസ്, ദൈവം ഫ്രഷ് ആയിട്ട് ഓരോ ദിവസവും അവിടുത്തെ ദൂതൻ നമ്മളോട് ഇടപെടണം. പക്ഷേ വചനത്തിൽ കൂടിയാണ് ദൈവം ഇടപെടുന്നത്. വചനത്തിനപ്പുറമായി ഒന്നും ദൈവത്തിന് ഇടപെടാനില്ല. 4:1 ഞാൻ വേഗം മുന്നോട്ട് പോകുക. സാമുവലിന്റെ 3 ക്വാളിറ്റീസ് ഞാൻ എടുത്തു പറഞ്ഞെങ്കിലും 4:1 വാക്യം എന്നെ ഒത്തിരി ദിവസങ്ങളിൽ എന്നോട് കർത്താവ് ഇടപെട്ട ഒരു വചനമാണ്. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട്, സാമുവൽസ് വേർഡ് came to all Israel. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. സാമുവൽ വചനത്തിൽ മുഴുകിയപ്പോൾ, സാമുവൽ വ്യക്തിപരമായി ദൈവവചനത്തിലും ദൈവശബ്ദത്തിനും തന്നെ വിട്ടുകൊടുത്തപ്പോൾ, തന്റെ വചനങ്ങളല്ല ഇപ്പോൾ ശമൂവേലിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം. ദൈവത്തിന് സംസാരിക്കാനുള്ളത് മാത്രമാണ് സാമുവൽ സംസാരിക്കുന്നത്. അതുപോലെ ദൈവത്തിന്റെ വായായി സാമുവൽ മാറിയെന്ന് മാത്രമല്ല, ഇസ്രയേലിലെല്ലാം വന്നിട്ട്, ശമൂവേലിന്റെ വചനം ഇസ്രയേലിന് വന്നിട്ട് എന്ന് പറഞ്ഞാൽ, ഷിലോഹിലെ പ്രവാചകൻ ദൈവ സാന്നിധ്യത്തിനും ദൈവവചനത്തിനും പ്രയോറിറ്റി കൊടുത്തപ്പോൾ ശമൂവേൽ ഇരുന്ന് ചിന്തിക്കുകയല്ല, എങ്ങനെയാണ് എന്റെ പ്രസംഗം 4 പേരിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ് തന്റെ റീച്ച് കൂട്ടാൻ സാമുവേൽ ഒന്നും ചെയ്തില്ല. പക്ഷെ സാമുവേൽ വിശ്വസ്തനായി ദൈവവചനത്തിൽ മുഴുകിയിരുന്നപ്പോൾ, അപ്പോസ്തലന്മാർ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, സഭയിൽ വലിയ പ്രശ്നമുണ്ടായപ്പോൾ, ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടാൽ കാര്യം നടക്കത്തില്ല, കാര്യം ഞങ്ങളുടെ മെയിൻ കോളിംഗ് വചനത്തിന്റെ ശുശ്രൂഷയാണ്. നിങ്ങൾ ഭക്തിയുള്ള പുരുഷന്മാരെ തെരഞ്ഞെടുത്തോ, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിലും ഇട്ടിരിക്കും. സാമുവേൽ വചനത്തിൽ ഇട്ടിരുന്നപ്പോൾ, സാമുവേലിന് വീണ്ടും വീണ്ടും കർത്താവ് അവിടുത്തെ വചനത്തിൽ കൂടി പ്രത്യക്ഷമായപ്പോൾ, തന്റെ ആ ആത്മിക ജീവിതത്തിന്റെ വചനത്തോടുള്ള തന്റെ ആ ബന്ധത്തിന്റെ ആഴം വർദ്ധിച്ചപ്പോൾ, താൻ ആ ഡെപ്ത് ദൈവ മുൻപിൽ നിലനിർത്തിയപ്പോൾ, തന്റെ ആത്മിക ശുശ്രൂഷയുടെ ബ്രെഡ്ത്ത് ദൈവം വിശാലമാക്കി. ഇസ്രായേൽ മൊത്തം ദൈവവചനം എത്തുകയും. ഇന്നത്തെ ആളുകൾ, ഇന്നത്തെ ശുശ്രൂഷകരുടെ പ്രശ്നം എന്താ? വി ആർ കോട്ട് അപ്പ് വിത്ത് ബ്രെഡ്ത്ത്. വിശാലമാകണം, 4 പേരൂടെ അറിയണം. ചിലരൊക്കെ ചെയ്യുന്നത് പോലെ എന്താ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെ 4 പേർക്ക് അയച്ചു കൊടുത്ത് അവരുടെ ലൈക്കും അവിടുത്തെ കമന്റും ഇവിടുത്തെ സബ്സ്ക്രൈബും എല്ലാം കിട്ടി, അങ്ങനെ ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യുക. ഇവിടെ അതല്ല. ഇവിടെ സാമുവേൽ സെൽഫ് പ്രൊമോഷൻ അല്ല, ദൈവവചനത്തിൽ ശമൂവേൽ ഉറ്റിരുന്നപ്പോൾ, വീണ്ടും വീണ്ടും ദൈവം ശമൂവേലിന് പ്രത്യക്ഷനായപ്പോൾ, യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായി ശമൂവേൽ ദൈവ മുന്നിൽ വിശ്വസ്തനായി നിന്നപ്പോൾ,
ശമൂവേലിന്റെ വചനം ഇപ്പോൾ ദൈവവചനം മാത്രമല്ല, ശമൂവേലിന്റെ വചനം മൊത്തമായി ദൈവവചനമായി തീർന്നിരിക്കുക. അവിടെ ഒരു കാര്യം ഞാൻ ചേർത്ത് പറയാം. ദൈവത്തിന്റെ വചനമാ നമ്മുടെ വായിൽ കൂടി പറയുമ്പോൾ നമ്മുടെ വചനം ദൈവവചനമായി മാറണമെങ്കിൽ നമ്മുടെ അധരങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ അധരങ്ങളെ ദൈവത്തിന്റെ അരുളപ്പാട് പറയുവാൻ യോഗ്യമായി നമ്മൾ നിലനിർത്തണം. ദൈവത്തിന് അരുളി ചെയ്യാനുള്ളത്, ദൈവത്തിന് പറയാനുള്ളത് നമ്മളിൽ കൂടി ദൈവത്തിന് ഇടപെടണമെങ്കിൽ, നമ്മുടെ വാ ദൈവത്തിന്റെ വായാകണമെങ്കിൽ നമ്മുടെ വാ ദൈവത്തിനു വേണ്ടി മാത്രം വേർതിരിക്കപ്പെടണം. ദൈവത്തിന് അനിഷ്ടമായതും ലോകത്തിന്റെ പള്ളും ചള്ളും പൊട്ടുമൊക്കെ പറഞ്ഞ് നമ്മൾ നടന്നാൽ ഈ വചനം ഈ വാ ദൈവത്തിന്റെ വായായി മാറത്തില്ല. ഈ വാ ദൈവത്തിന്റെ വായായി മാറണമെങ്കിൽ ഈ വാ ദൈവത്തിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടതാകണം. അങ്ങനെ ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. When you take care of the depth of your ministry, God will take care of the breadth of your ministry. You have to take care of the depth. ഇന്നത്തെ പ്രശ്നം എന്താ? ഒരു ഭക്തൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, today's Christianity is 5 miles wide but only half an inch deep. എന്ന് പറഞ്ഞാൽ കണ്ട ഭയങ്കര വിശാലമാണ്, പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്, ഭയങ്കര വീതിയാണ്, ഭയങ്കര വിശാലതയാണ്. പക്ഷെ ആഴം എത്രയുണ്ട്? 1 ഇഞ്ച് പോലും ആഴമില്ല. വീതി ഭയങ്കരം. പലപ്പോഴും ആത്മീക ശുശ്രൂഷകൾ, ആത്മീക സംഭാവനകൾ ലോകരുടെയും മനുഷ്യരുടെ ദൃഷ്ടിയും വീതിയുള്ളതും വിശാലതയുള്ളതും വലിപ്പമുള്ളതും നമ്മുടെ ഭാഷ പറഞ്ഞാൽ റീച്ച് ഉള്ളതൊക്കെ ആയിത്തീരുമ്പോൾ, റീച്ച് കൂടുമ്പോൾ പലയിടത്തെയും ഡെപ്ത് കുറയുകയാണ്. പക്ഷെ സാമുവേൽ ദൈവത്തോടുള്ള വചനത്തോടുള്ള ഇന്റിമസിയിൽ തന്റെ ഡെപ്ത് നിലനിർത്തിയപ്പോൾ ഇവിടെ തന്റെ റീച്ചാണ് ഇസ്രായേലിന് വന്നിട്ട്, എന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്രായേലിനും everyone knows one thing: God has spoken and God has spoken through his man Samuel. ദൈവം അവിടുത്തെ പുരുഷനായ ശമൂവേലിൽ കൂടി ഇടപെട്ടു എന്ന് എല്ലാ ഇസ്രായേലിനും അറിയാം. ആർക്കും സംശയമില്ല. സംശയം ഇല്ലാത്ത നിലയിൽ കുഞ്ഞുകുട്ടി ആബാല വൃദ്ധം ദേശമെങ്ങും ഒരു കാര്യം അറിയാം: ദൈവം സംസാരിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഹിതം ഇതാണ്, നമ്മളെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശം ഇതാണെന്നും ദൈവത്തിന്റെ ഹൃദയവും വചനവും ഹിതവും ദൈവം ശമൂവേലിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് എല്ലാ ഇസ്രായേലിനും അറിഞ്ഞു. അപ്പോൾ ഇവിടെ എന്റെ ദൂതിന്റെ പ്രധാനമായ ഒരു അവസാന ഘട്ടത്തിൽ ഞാൻ വന്നു നിൽക്കുകയാണ്. 3-ാം അധ്യായത്തിലെ ന്യായവിധി വചനം പിൻവലിച്ചു. ദ വേർഡ് വാസ് വിത്ഡ്രോൺ. ദൈവ വചനത്തിന്റെ ഒരു ക്ഷാമം, വചനം ദുർലഭമായി. പക്ഷെ 4-ാം അധ്യായത്തിൽ എന്താ? വചനം സുഭിക്ഷമാണ്. വചനം ഇപ്പോൾ ദുർലഭമല്ല, വചനം ധാരാളമായിട്ടുണ്ട്. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട്, എന്ന് പറഞ്ഞാൽ സാമുവേലിൽ കൂടി ദൈവത്തിന്റെ വചനം എല്ലാവർക്കും അവൈലബിളാണ്, ആക്സസിബിളാണ്. 3-ാം അധ്യായത്തിൽ അങ്ങനെ അല്ലായിരുന്നു. 3-ാം അധ്യായത്തിൽ ശമൂവേൽ ഏലിയുടെ മുൻപിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. വേർഡ് ഓഫ് ഗോഡ് വാസ് സ്കേഴ്സ്, ലാക്കിംഗ്, ലിമിറ്റഡ് സപ്ലൈ ഉള്ളു. വചനം ദുർലഭമായിരുന്നു, വചനം ലഭ്യമല്ലായിരുന്നു, വചനത്തിന്റെ ഒരു വലിയ ക്ഷാമമായിരുന്നു. പക്ഷെ 4-ാം അധ്യായത്തിൽ എല്ലാ ഇസ്രായേലിനും വന്നിട്ട്, എന്ന് പറഞ്ഞാൽ ഗോഡ്സ് വേർഡ് ഇസ് അബണ്ടന്റ് നൗ. 3-ാം അധ്യായത്തിൽ അവസ്ഥകളൊക്കെ മാറി. ഒരു വിശ്വസ്ത പ്രവാചകൻ സമൂഹത്തിൽ എഴുന്നേറ്റപ്പോഴത്തേക്കും ദൈവത്തിന് പറയാനുള്ളത്, ദൈവത്തിന്റെ വചനം ശമൂവേലിന്റെ അടുത്തുണ്ട്. എന്ത് കാര്യത്തിനും ആ വചനം അവൈലബിളാ. ആത്മിക വിഷയങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം, അല്പം കൂടി ചില അധ്യായങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശൗല് അപ്പന്റെ കഴുത നഷ്ടപ്പെട്ടപ്പോൾ അതിനു പോലുമുള്ള പരിഹാരം ആരുടെ അടുത്തുണ്ട്? അപ്പം ആ സമൂഹം നേരിടുന്ന ആത്മിക ഭൗതിക എല്ലാ വിഷയത്തിനുമുള്ള സൊല്യൂഷൻ പ്രവാചകന്റെ കയ്യിലുണ്ട്. ദൈവിക അരുളപ്പാടും ദൂതും ദർശനവും വെളിപ്പാടും എല്ലാം ഉണ്ട്. ദ വേർഡ് ഇസ് അവൈലബിൾ പ്ലെന്റി. വചനം ധാരാളമായിട്ട് ഈ സമൂഹത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ശമൂവേൽ വിശ്വസ്തനായി നുവർന്നു നിന്നപ്പോൾ
ദൈവത്തിൽ ഫോക്കസ്ഡ് ആയി, ദൈവ ശബ്ദത്തിന് സെൻസിറ്റീവ് ആയിട്ട് വചനത്തിൽ മുഴുകിയ ഒരു അഭിഷക്തനായി ശമൂവേൽ കാലഘട്ടത്തിൽ നിലനിന്നപ്പോൾ ദൈവവചനം ധാരാളമായി ഇസ്രായേൽ എല്ലാം അറിയുമാർ ദൈവവചനം സ്പ്രെഡായി. എല്ലാ ഇസ്രായേലിനും ശമൂവേലിന്റെ വചനം വന്നിട്ട്. പക്ഷെ രണ്ടാം ഭാഗമാണ് ട്രാജഡി. ഇസ്രായേൽ ഫെലിസ്തീനരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എന്ന് പറഞ്ഞാൽ വചനമുണ്ട്, അരുളപ്പാടുണ്ട്, പ്രവാചകനുണ്ട്, വേണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഗൈഡൻസ് തരുവാൻ പഴയ നിയമ പുതിയ നിയമ പ്രവചനത്തിന്റെ വ്യത്യാസം ഞാൻ ഇപ്പോൾ പറയാൻ സമയം എടുക്കുന്നില്ല. പുതിയ നിയമത്തിൽ കൺസൾട്ടേഷൻ ഇല്ല. പുതിയ നിയമത്തിൽ നമ്മൾ പ്രവാചകനെ തേടി പോകുകയല്ല. പുതിയ നിയമത്തിൽ ദൈവത്തിന് അരുളി ചെയ്യാനുണ്ടെങ്കിൽ ദൈവം പ്രവാചകനെ അയക്കും. പുതിയ നിയമത്തിൽ ആരും കൺസൾട്ട് ചെയ്ത് ശൗലിനെ പോലെ ശമൂലിനെ കൺസൾട്ട് ചെയ്ത് പോകുന്ന നമ്മൾ കാണുന്നില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റ് ഡിഫറൻസ് നമ്മൾ അറിയണം. പക്ഷെ ദൂത് ആപ്ലിക്കേഷൻ അന്നും ഇന്നും സെയിം ആണ്. എന്താണ്? ദൈവത്തിന് അരുളി ചെയ്യാനുള്ളത് സ്പഷ്ടമായ ഒരു സമൂഹത്തിന് ദൈവം പറഞ്ഞു. ഈ വ്യക്തിയിൽ കൂടി ദൈവം ഇടപെടുക. സ്പഷ്ടമായ ദൈവിക ദൂത് അവർക്ക് അവൈലബിൾ ആണ്. എന്നാൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഇവർ യുദ്ധത്തിന് പുറപ്പെടുകയും. 3-ാം അധ്യായത്തിൽ വചനമില്ല, ദുർലഭമാണ്. 4-ാം അധ്യായത്തിൽ വചനമുണ്ട്. പക്ഷെ ജനം പറയുകയാണ്, ശമൂവേലും വചനവും ഒക്കെ അരുളപ്പാടൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോ യുദ്ധത്തിന് പോകണം. അതിന് പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആലോചന ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഇപ്പോഴത്തെ ഞങ്ങളുടെ ആവശ്യം ഫലസ്തീനെ ഒന്ന് താഴ്ത്തണം, ഒന്ന് തകർക്കണം, അവന്റെ മേലൊരു ജയം കിട്ടണം. ആ ജയം ഇപ്പോൾ കിട്ടിയേ മതിയാവതുകൊണ്ട് ഇപ്പോൾ യുദ്ധത്തിന് പോവാം. ദൈവം ഇടപെട്ടോ? വി ഡോണ്ട് കെയർ. ദൈവത്തിന്റെ ഹിതം ഈ വിഷയത്തിൽ എന്താ? വി ഡോണ്ട് നോ. യുദ്ധത്തിന് പോകണമെന്ന് ദൈവം പറഞ്ഞോ? അത് ഞങ്ങൾ കേട്ടില്ല. അത് ഞങ്ങൾക്ക് കേൾക്കാൻ നേരമില്ല. ദൈവത്തിനെല്ലാ ഇസ്രായേലിനോടും അരുളി ചെയ്യാനുള്ളത് ശമൂവേലിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അത് ഏറ്റെടുക്കുവാൻ ഒരു സമൂഹം വൈമനസ്യം കാണിക്കുകയാണ്. എന്താണ് ഈ യുദ്ധത്തിൽ നടന്നതെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. 4-ാം അധ്യായം വാസ് എ ഡാർക്ക് ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ. ഒരു യുദ്ധത്തിൽ ഇതുപോലെ പരാജയപ്പെട്ട ദിവസമില്ല. പരാജയം മൂർധന്യാവസ്ഥയിൽ വന്നു നിൽക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ ജനം പറഞ്ഞു, ദൈവത്തോട് നമുക്ക് ആലോചന ചോദിക്കാം, ശമൂവേലിന്റെ അടുത്ത് പോകാം, ഇതിന് ദൈവത്തിന് ഒരു ഹിതം കാണും എന്നല്ല അവര് പറഞ്ഞത്. നമുക്ക് യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നാൽ പ്രശ്നം പരിഹാരമാകും. പെട്ടകം പാളയത്തിൽ വന്നെന്ന് മാത്രമല്ല, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 4-ാം അധ്യായത്തിൽ പെട്ടകം പാളയത്തിൽ എത്തിയപ്പോൾ 5-ാം വാക്യം പറയുന്നത് വലിയ ആർപ്പാണ് അവിടെ. നമ്മുടെ വർഷിപ്പൊന്നും പിടിച്ചു നിൽക്കത്തില്ല. കാരണം അവിടെ ഭൂമി കുലുങ്ങി. നമ്മൾ ഇന്നുവരെ ആരാധിച്ചിട്ട് നമ്മൾ കുലുങ്ങിയതല്ലാതെ വേറൊന്നും കുലുങ്ങിയിട്ടില്ല. ഇവര് ആരാധിച്ച് ഇവര് ശബ്ദം വെച്ചപ്പോഴത്തേക്ക് ഭൂമി എന്ത് ചെയ്തു? പ്രപഞ്ചം പോലും കുലുങ്ങിപ്പോയി. എന്ന് മാത്രമല്ല, 6-ാം വാക്യമാണ് എന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്നത്. ശത്രു നോക്കിയിട്ട് പറഞ്ഞു, ശരിക്കും അവരുടെ ദൈവം അവരുടെ നടുവിൽ വന്നിട്ടുണ്ട്, നമ്മുടെ കാര്യം പോക്കാം. അതുപോലെ അവര് തീരുമാനിച്ചു, ഇനി ഈ യുദ്ധം ജയിക്കാൻ പറ്റത്തില്ല, നമ്മൾ തൊപ്പിയിട്ട് പോകും. അതുപോലെ അന്തരീക്ഷം മാറി. ആ പെട്ടകം വന്നു, പുരോഹിതൻ ഒഫ്നിയും ഫിനെഹാസും എത്തി. ആ ജനം പ്രൈസ് ആൻഡ് വർഷിപ്പിലാണ്. അവര് കുലുങ്ങി ഇളകിയെന്ന് മാത്രമല്ല, ഭൂമിയും കുലുങ്ങി. ശത്രുവും പറഞ്ഞു തോൽവി ഉറപ്പാണെന്ന്. പക്ഷെ എന്താ നടന്നതെന്ന് നമുക്കറിയാം. അന്ന് ഈ യഹോവയെ വകവെക്കാത്ത നീചന്മാരായ ഒഫ്നി ഫിനെഹാസ് ഉൾപ്പെടെ ജനം മൊത്തം പട്ടുപോയി. പെട്ടകം നഷ്ടമായി പോയി. എന്താ സംഭവിച്ചേ? ആരവാരത്തിലോ ആൾക്കൂട്ടത്തിലോ ഒച്ചപ്പാടിലോ ഒന്നും ദൈവത്തെ നമുക്ക് ഇങ്ങോട്ട്, നമ്മൾ പറയത്തില്ല ഞങ്ങൾ അദ്ദേഹത്തെ ഇറക്കി എന്ന് പറഞ്ഞതുപോലെ, ദൈവത്തെ അങ്ങനെ ഇറക്കാൻ പറ്റത്തില്ല. നമുക്ക് നാട്ടിൽ നിന്ന് പ്രസംഗരെ ഇറക്കാം, പാസ്റ്റർമാരെ ഇറക്കാം, കൺവെൻഷൻ പ്രസംഗരെ ഇറക്കാം. പക്ഷെ ദൈവത്തെ നമുക്ക് കാശ് കൊണ്ടോ പാട്ടുകൊണ്ടോ കയ്യടി കൊണ്ടോ ബഹളം കൊണ്ടോ ഇറക്കാൻ പറ്റത്തില്ല. അനുസരണത്തിന് വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. അനുസരണത്തിന് ഒച്ചപ്പാട് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അനുസരണത്തിന് ആരാധന സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അനുസരണത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല.
ദൈവവചനത്തോടുള്ള അനുസരണത്തെ ഒന്നുകൊണ്ടും റിപ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല. എന്റെ സന്ദേശത്തിന്റെ ഏറ്റവും കൺക്ലൂഡിംഗ് പാർട്ടിൽ ഞാൻ വന്നു നിൽക്കുക. 3-ാം അധ്യായത്തിലെ ന്യായവിധി എന്താ? വചനത്തെ ദൈവം എടുത്തു കളഞ്ഞു. 4-ാം അധ്യായത്തെ ന്യായവിധി എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്പം കൂടെ ഭയാനകമാണ്. 4-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ 21-ാം വാക്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അമ്മായപ്പൻ മരിച്ചു, നമുക്കറിയാം. പേടലി വെട്ടി ഏലി ചത്തു. ഒഫ്നിയും ഫിനെയാസും മരിച്ചു. ഭർത്താവും യുദ്ധക്കളത്തിൽ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഫിനെയാസിന്റെ ഭാര്യ പ്രസവവ്യതയിലാണ്. ഒരു പുരുഷന് ജന്മം കൊടുത്തിട്ട് പറയുന്ന വാക്കാണ് 4-ാം അധ്യായം 21-ാം വാക്യം. ആ പൈതലിന് ഇഖാബോദ് എന്ന് പേര് കൊടുത്തു. എന്താ ഇഖാബോദ് എന്ന പേരിന്റെ അർത്ഥം? ഇസ്രയേലിൽ നിന്ന് മഹത്വം, യഹോവയുടെ മഹത്വം പോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 3-ാം അധ്യായത്തിൽ വചനം നഷ്ടമായെങ്കിൽ 4-ാം അധ്യായത്തിൽ വചനം അവർക്ക് ലഭ്യമായി. അലഭ്യമായ വചനത്തോട് പ്രതികരിക്കാഞ്ഞതുകൊണ്ട് ദൈവം അവിടുത്തെ സാന്നിധ്യവും മഹത്വവും മൊത്തമായി പിൻവലിച്ചു. എന്താ നമ്മളോടുള്ള ദൂത്? ഒരു സമൂഹം വചനമില്ലാതെ നശിച്ചു പോകുമ്പോൾ, വചനത്തിന് വില കൊടുക്കാതെ എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പല ഉദാഹരണങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഇവിടെ നാട്ടിൽ നടന്ന ഒരു പ്രമുഖ കൺവെൻഷൻ, ഒരു വലിയ കൺവെൻഷൻ പ്രാസംഗികൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇന്ന് എനിക്ക് പ്രസംഗിക്കാനൊന്നുമില്ല, എന്റെ നോട്ട് വേണം നിങ്ങൾ എടുത്തോ, ഇന്ന് പ്രസംഗമല്ല നമുക്ക് വേണ്ടത്, ഇന്ന് വേറെ എന്തോ വേണ്ടിയത്, ഇന്ന് ദൈവത്തിന് സംസാരിക്കാനുള്ളതൊന്നും നമുക്കറിയണ്ട, ഇന്ന് നമുക്ക് കുറെ ഒച്ച വെക്കാം. അതുപോലായിരുന്നു പാളയത്തിൽ പെട്ടകം വന്നപ്പോൾ. അപ്പോ വചനം വേണ്ട എന്ന് പറഞ്ഞ് വചനമില്ലാത്ത ഒരു സമൂഹമായി ഭൂരിഭാഗം വേർപെട്ടവർ മാറുമ്പോൾ നമ്മൾ പറയാണ്, അങ്ങനല്ല, ഞങ്ങൾക്ക് വചനമുണ്ട്, ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ ക്രമീകൃതമായി ദൈവവചനം പഠിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ അവിടെ ഒരു വലിയ അപകടമുണ്ട്. വചനം ലഭിച്ചവർക്ക് വചനമില്ലാത്തവരെക്കാൾ അധികം കണക്ക് കൊടുക്കണം. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. 3-ാം അധ്യായത്തിലെ ഇസ്രായേൽ സമൂഹത്തിന് വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടായില്ല, കാരണം അവർക്ക് വചനമില്ല, വചനം ദുർലഭമാണ്. പക്ഷെ 4-ാം അധ്യായത്തിൽ എല്ലാ ഇസ്രായേലിനും വചനം ലഭിച്ചു. എന്നിട്ടും അതിനോട് മറുതലിച്ചപ്പോൾ ദൈവം അവിടുത്തെ സാന്നിധ്യവും ആ ജനത്തോടുള്ള ഉടമ്പടി വാഗ്ദത്തമായ അവിടുത്തെ മഹത്വവും പെട്ടകവും പിൻവലിക്കുകയാണ്. എന്റെ സന്ദേശത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുമ്പോൾ, വചനം നഷ്ടപ്പെട്ട അത് വലിയ ന്യായവിധിയാണ്. പക്ഷെ വചനം ഉണ്ടായിട്ട് അതിനോട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ വചനം എന്നിൽ രൂപാന്തരം വരുത്തുന്നില്ലെങ്കിൽ, അനുസരണമായി ജീവിത ക്രമീകരണമായി ക്രമീകൃത വചന പഠനം ജീവിത ക്രമീകരണത്തിൽ എന്നെ കൊണ്ട് എത്തിക്കുന്നില്ലെങ്കിൽ, 1 കൊരിന്ത്യർ 8-1 വാക്യം പറയുന്നത് പോലെ നമുക്കെല്ലാവർക്കും അറിവുണ്ട്, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മിക വർധനവ് വരുത്തുന്നു. ആത്മിക വർധനവ് വചനത്തിൽ കൂടി ഉണ്ടായില്ലെങ്കിൽ ആ സമൂഹത്തിന് കൊടുക്കാമെന്ന നല്ല തലകെട്ടാണ് ഇഖാബോദ്. വചനമുണ്ട്, ദൈവത്തിന്റെ അരുളപ്പാടുണ്ട്, വചനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്ന അറിവുണ്ട്. പക്ഷെ ആ അറിവിനനുസരിച്ചുള്ള രൂപാന്തരം ഒരു വീട്ടിൽ നടക്കുന്നില്ലെങ്കിൽ ആ വീടിന്റെ പേരാണ് ഇഖാബോദ്. ആ വചനത്തിനനുസരിച്ചുള്ള ഒരു രൂപാന്തരം ഒരു സഭയിൽ നടക്കുന്നില്ലെങ്കിൽ ആ സഭയുടെ പേരാണ് ഇഖാബോദ്. മഹത്വം പോയി. വചനം പോയ ഒരു സമൂഹം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ, 4-ാം അധ്യായത്തിൽ വചനം മാത്രമല്ല ദൈവം തന്നെ സമൂഹത്തെ വിട്ടിറങ്ങുക. ഇഖാബോദ് എന്ന് വിളിക്കമാർ ദൈവമഹത്വം സമൂഹത്തിൽ നിന്ന്, ഉടമ്പടി ജനത്തിൽ നിന്ന് പിൻവലിക്കപ്പെടുകയാണ്. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കും. വചനമില്ലാത്തവരുടെ ഒരു വലിയ അനുഭവമാണ് ഭൂരിപക്ഷം ആത്മീക സമൂഹത്തിൽ കാണുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, വചനമുണ്ട്, ഞങ്ങൾക്ക് അരുളപ്പാടുണ്ട്, ദൈവത്തിന്റെ വചനം ഞങ്ങൾ പഠിക്കുന്നവരാണെന്ന് പറയുന്ന ഒരു കൂട്ടമില്ലേ? അങ്ങനെ ഒരു കൂട്ടത്തിലാണ് ഞാനും ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെ ഒരു കൂട്ടമായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ അക്കൗണ്ടബിലിറ്റി ഈസ് ഹയർ. ആ അക്കൗണ്ടബിലിറ്റി എന്ന് മറ്റൊന്നുമല്ല,
കേൾക്കപ്പെടുന്ന വചനമനുസരിച്ച് ഒരു രൂപാന്തരത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കണം. സമർപ്പിച്ചില്ലേലോ അതൊരു ഇഖാബോധായി മാറുകയാണ്. അങ്ങനെ നമ്മളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, സഭകളിൽ, കൂട്ടായ്മകളിൽ ആർക്കും ഭവിക്കാതിരിപ്പാൻ ദൈവകൃപയിൽ, ദൈവകരങ്ങളിൽ, ദൈവവചനത്തിന്റെ മുൻപിൽ ശരിയാവണ്ണം പ്രതികരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.